ഹായ് ഓൾ. ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ്? മുഴുവൻ സമയവും ഉറങ്ങിയും ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് തീർക്കാനാണോ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് നമുക്ക് ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്താലോ? അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സമ്മർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. സോ വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുമെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സ്വാഭാവികമായിട്ടും ഒരു സമ്മർ ക്യാമ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. എവിടെ വെച്ചിട്ടാണ്, എന്നാണ്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെ അതിലേക്ക് നമുക്ക് എത്തിപ്പെടാം, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ഉണ്ടാകും. വെയിറ്റ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാം സമ്മർ ക്യാമ്പ് നടത്തപ്പെടുന്നത് നമുക്കൊക്കെ പരിചയമുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ വെച്ചിട്ടാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് നമ്മളെ കുസാറ്റിൻ്റെ വിശാലമായിട്ടുള്ള ക്യാമ്പസ് ഉള്ളത്. ആ കുസാറ്റിൽ നമുക്കറിയാം ഒരുപാട് വെറൈറ്റി കോഴ്സുകളും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള കുസാറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് CSIS എന്ന് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, അതാണ് CSIS. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് STDP എന്നുള്ള പേരിൽ നമ്മൾ ഒരു സമ്മർ ക്യാമ്പ് എന്ത് ചെയ്യുന്നത്, അവർ കണ്ടക്ട് ചെയ്യുന്നത്. മിഡ് സമ്മർ സയൻസ് ടാലൻറ്റ് ആൻഡ് ടോട്ടൽ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് STDPയുടെ പൂർണ്ണ രൂപമായിട്ടുള്ളത്. അത് CSISൻ്റെ അണ്ടറിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് സമയദൈർഘ്യമുള്ള അടിപൊളി പ്രോഗ്രാമായിട്ട് ഉള്ളത്. എന്തൊക്കെയാണ് ഈ ക്യാമ്പിൻ്റെ ഓരോ വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ക്യാമ്പിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും? നമ്മുടെ 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള ഏത് കുട്ടികൾക്കും പങ്കെടുക്കാം. മലയാളം മീഡിയം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, ആരായാലും നിങ്ങൾ 4th to 9th സ്റ്റാൻഡേർഡിൽ ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. 9ാം ക്ലാസ് ഈ വർഷം ജയിച്ച കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ജൂനിയർ 2 ബാച്ചുകളായിട്ടാണ് അവരുള്ളത്. ജൂനിയർ ബാച്ച് 4ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളും, സീനിയർ ബാച്ച് 7, 8, 9 ക്ലാസ്സിലെ കുട്ടികളുമായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 2 മൊഡ്യൂളുകളിലായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് M1 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 27 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പായിട്ടാണുള്ളത്. അതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് മൊഡ്യൂൾ M2 മെയ് 2 മുതൽ മെയ് 28 വരെയുള്ള പ്രോഗ്രാമുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 2 ക്യാമ്പുകളായിട്ട് ഈ 2 മാസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാം അവർ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്തൊക്കെയായിരിക്കും അതിലുണ്ടാവുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ക്യൂരിയസ് ആയിരിക്കും. നമുക്ക് ഈ CSISൽ പോയി കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് ലാബുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സയൻസ് ആൻഡ് മാത്സിലൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവിടെ സയൻസ് പാർക്ക് ഉണ്ട്, ഹെർബൽ ഗാർഡൻ, സയൻസ് പവലിയൻസ് ഉണ്ട്, ബട്ടർഫ്ലൈയുടെ ഗാർഡൻസ് ഉണ്ട്, മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ആസ്ട്രോ ലാബുകളുണ്ട്, അതേപോലെ ഒരു ISRO പവലിയൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് നമ്മൾ രാവിലെ നിന്നാൽ വൈകുന്നേരം ആവുന്നത് അറിയുന്നത് പോലും ഇല്ലാത്ത രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകൾ മാത്രമല്ല ഉണ്ടാവുക, അവിടെ എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ചെയ്യാനുണ്ടാകും, സെമിനാറുകൾ ഉണ്ടാകും, ക്വിസ് കോമ്പറ്റീഷനുകൾ ഉണ്ടാകും, അതേപോലെ എക്സിബിഷനുകൾ ഉണ്ടാകും. അവിടെയുള്ള ടീച്ചേഴ്സുമായിട്ടും അതേപോലെ സയൻറ്റിസ്റ്റുകളുമായിട്ടും ഒക്കെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എല്ലാം നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിൽ ഒരു 4 ചുമരുകൾക്കുള്ളിൽ കേട്ട പല കാര്യങ്ങളും നമുക്ക് തൊട്ടറിഞ്ഞുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പഠിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഒരു STDP ക്യാമ്പിലൂടെ നമ്മളെ CSIS എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 7,500 ആണ് ഇതിൻ്റെ ഫീസ് ആയിട്ടുള്ളത്. ഒരു മാസത്തെ പ്രോഗ്രാം അല്ലേ, അപ്പോൾ ഈ ഒരു ഫീസുണ്ട്. അതിൽ തന്നെ അവർ 1,500ൻ്റെ ഒരു കിറ്റടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്, ഈ ഒരു ഫീസ് ഉള്ളത്. ഇത് ഒരിക്കലും നമുക്ക് എന്താവില്ല, നഷ്ടമാവില്ല. ഒരു ലൈഫിൽ നമുക്ക് ഒരു സമയമെങ്കിലും അനുഭവിക്കേണ്ട ഒരു ക്യാമ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളവിടെ പോയിരുന്നു. നമ്മളെ CSISൽ ഞങ്ങൾ ഞാനും നമ്മുടെ അസീം സാറും കൂടിയും അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കത് അനുഭവിക്കാൻ സാധിച്ചു. അവിടെയുള്ള ഓരോ ഫെസിലിറ്റികളെയും നമുക്ക് തൊട്ടറിഞ്ഞുകൊണ്ട്
ക്ലാസ്സിൽ തിയറിറ്റിക്കലായിട്ട് മാത്രം നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്തു അനുഭവിച്ചറിയാൻ കൂടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ആ നിലക്ക് നമ്മളെ സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുവാനും ജസ്റ്റ് പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ വെറുതെ ബൈഹാർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് മാത്രം എഴുതാൻ വേണ്ട പല കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ അത് സയൻസിലൂടെയും അതേപോലെയുള്ള ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകളിലൂടെയും പഠിക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഈ പറഞ്ഞ സീസിസ് എന്നുള്ളത്. ഞങ്ങൾ അന്ന് അവിടെ പോയെന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം കൊടുക്കുകയും ചെയ്യാം. അതുകൂടി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ഈ ഒരു STDP ക്യാമ്പിൽ അവർ ആദ്യം തന്നെ റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചുള്ളത് നേരത്തെ വന്നവർക്കാണ് നേരത്തെ ചാൻസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൽ ചെയ്യാനുള്ള അതിൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ വേഗത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 2024 സമ്മർ വെക്കേഷൻ എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമാക്കിയിട്ട് എന്ത് ചെയ്യാം മാറ്റാം. ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി നമ്മുടെ ഒരു വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്